ഈയിടെയായിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ സ്റ്റുഡൻസ് കുറഞ്ഞു വരിക. അത് കാരണം ഒന്നും ഒക്കുന്നില്ല. എങ്ങനെ ഒക്കാനാണ്? ഇപ്പൊ ഉള്ളവന്മാരൊക്കെ പരീക്ഷ എഴുതി അങ്ങ് ജയിക്കുകയല്ലേ. മറ്റേത് തോറ്റവന്മാരൊന്ന് ജയിക്കാൻ നോക്കുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. എവിടേക്കാ? ഞാൻ അകത്ത് കുറച്ച് പണിയുണ്ട്, അങ്ങോട്ട് പോവാം. എന്ത് പണി? ഇവിടെ ഉള്ളവർക്ക് തന്നെ പണിയില്ല. അതെ, ഒഫീഷ്യൽ കാര്യങ്ങളാണ്, അപ്പൊ അതുകൊണ്ട് പോയിട്ട് വരാം കേട്ടോ, ഒന്നും തോന്നരുത്. ഏതാ ഈ ഐറ്റം? ഇങ്ങനെ അറിഞ്ഞൂടെ? ഇങ്ങനെ ഒരു ഹിസ്റ്ററി സാറാ. അതാ ഒരു പഴക്കം തോന്നണ. നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം. എന്താ വിഷയം? പറയൂ. എന്താ മാറ്റർ? പറയൂ. എന്താണ് സബ്ജക്റ്റ്? പറഞ്ഞോളൂ. സാർ, സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ആണോ? ഹിസ്റ്ററി ആണെങ്കിൽ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. അതല്ല സാർ, ഞാൻ ചരിത്രമാണെന്ന് പറയായിരുന്നു. താൻ ചരിത്രമാണെന്നോ? അപ്പോൾ താനെന്താ ജീവിച്ചിരിപ്പില്ലേ? താനെന്താ മൃതന? എന്തെങ്കിലും പറയാ? അതല്ല സാർ, ഞാൻ കോളേജിൽ പഠിച്ചത് ചരിത്രമാണ്, ഹിസ്റ്ററി. അതങ്ങനെ ആവാനേ തരുള്ളൂ. കോളേജിൽ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചരിത്രമായി. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചരിത്രമല്ലേ? അതല്ല സാർ, ഞാനിപ്പോ വന്നത് ഹിസ്റ്ററിയുടെ. താനിപ്പോൾ വന്നു എന്ന് പറയുന്നത് പ്രസന്റിലാണ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തിലാണ്. വന്നു എന്ന് പറയുന്നത് വർത്തമാനകാലമാണ്. എന്റെ പൊന്നു സാറേ, സാർ ഈ വർത്തമാനം നിർത്താവോ? എനിക്കൊരു കാര്യം പറയാനായിരുന്നു. എന്നാ പിന്നെ ഞാൻ വർത്താനം നിർത്താം. താൻ പറഞ്ഞോളാ, ഞാൻ കേൾക്കാം. അതെ സാറേ, ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 10 വർഷങ്ങൾക്ക് മുമ്പ് MA ഹിസ്റ്ററി പരീക്ഷ എഴുതി ജയിച്ചിരുന്നു. എന്തിനാന്ന് ചോദിച്ചാ, അപ്പോ അതിന്റെ സർട്ടിഫിക്കറ്റ് അന്ന് വാങ്ങിച്ചിരുന്നില്ല. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നത്. അതെങ്ങനെയും ഒന്ന് റെഡിയാക്കി തരാം സാർ. എന്താണ് അന്ന് വാങ്ങിക്കാതിരുന്നത്? അന്ന് വാങ്ങിക്കണ്ടേ അതൊക്കെ? സാറേ, അന്ന് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. അപ്പൊ അമ്മ പറഞ്ഞു മഴയത്ത് പോണ്ടെന്ന് പറഞ്ഞ്. താൻ ആളൊരു രസിക്കനാ തോന്നുന്നു. താങ്ക് യു സാർ. തൻ്റെ ദേശം എവിടെയാ? ചിറാപ്പുഞ്ച? അല്ലാണ്ട് സാറേ. അല്ല, ചോദിക്കാ. 15 വർഷമായിട്ടേ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം ഏതാ ചോദിക്കാ? അയ്യോ സാറേ, 15 അല്ല 10 വർഷമാണ്. അതെന്താ പറയാ സാറേ, അന്ന് വാങ്ങിക്കാനായിട്ട് പിന്നെ അതിന്റെ ആവശ്യമൊന്നും വന്നില്ല. പിന്നെ ഇപ്പൊ ഒരു അത്യാവശ്യം വന്നുകൊണ്ടാണ് അത് വാങ്ങിക്കാൻ വേണ്ടി വന്നത്. എന്താ ആവശ്യം? അത് സാറേ, എന്റെ 2ാം കല്യാണം ഏകദേശം ഉറച്ചിരിക്കുക. കല്യാണോ? തനിക്കോ? എന്നിട്ടോ പറയാ. അപ്പൊ അത് പെണ്ണു വീട്ടുകാരോട് ഞാൻ MA കാരനാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. എവിടുന്നാ പെണ്ണ് ഞങ്ങളുടെ അടുത്തൊക്കെ തന്നെയാ. എങ്ങനെയാ കാണാനൊക്കെ? കാണാൻ എന്നെ പോലെ തന്നെ. മുടിയൊക്കെ നല്ലോണല്ലേ? പിന്നെ മുടിയൊക്കെ നല്ല മുടിയുള്ള കുട്ടിയാ. അപ്പൊ അവിടെ ഞാൻ എൻ്റെ MAയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിക്കണം, എന്നാലേ അവർ വിശ്വസിക്കും. കാര്യം ഇപ്പൊ ഒരുപാട് വിവാഹ തട്ടിപ്പ് നടക്കുന്നുണ്ടേ. അതുകൊണ്ട് സാർ എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരണം സാർ, പ്ലീസ്. അല്ല സാർ, ഇത് എന്റെ കല്യാണക്കാരിയാണ് സാർ, പ്ലീസ്. അതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ സാർ? കാരണം അതൊക്കെ കുറെ പഴകിയില്ലേ? ആ അടിപ്പെട്ടു. ഇല്ല സാറേ, വിവാഹ തട്ടിപ്പ് ഇപ്പോഴൊന്നും പഴകിയിട്ടില്ല. ഇപ്പോഴും ഭയങ്കര പൂർവാധികം ശക്തിയോടുകൂടിയാണ് നടക്കുന്നത്. ശുംഭനാടോ? പ്രകാശം പരത്തുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല, തന്റെ MA സർട്ടിഫിക്കറ്റിന്റെ കേസ് അതൊക്കെ ഒരുപാട് പഴകിയതല്ലേ? ഒരുപാട് പഴകിയതാ. തന്നെയല്ല, ആ സമയത്ത് സാറിന്റെ അച്ഛനായിരുന്നു ഇവിടെ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താ പറയാ, അച്ഛൻ ദിവംഗതനായി. എന്തായി? അച്ഛൻ തട്ടിപ്പോയിന്ന്. ആ വേക്കൻസിയിലാണ് എനിക്ക് ഇവിടെ ജോലി കിട്ടിയത്. അതൊക്കെ എനിക്കറിയാം സാർ. എങ്ങനെ അറിയാം? ഈ അച്ഛൻ മരിക്കുമ്പോ ഞാനുണ്ടായിരുന്നല്ലോ ഇവിടെ. എന്റെ അച്ഛൻ മരിക്കുമ്പോ താനുണ്ടായിരുന്നോ? അതെങ്ങനെയാ? അതായത് സാറിന്റെ അച്ഛൻ മരിക്കുന്ന ആ ദിവസം ഞാനിത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്തോ ഒരു കാര്യത്തിന് ഞാനിവിടെ വന്നതാ. അച്ഛൻ മരിക്കുമ്പോ താനിവിടെ ഉണ്ടല്ലേ? പിന്നെ ഞാന് അന്നത്തെ ദിവസം ഇവിടെ ഇരിക്കുമ്പോ സാറിന്റെ അച്ഛൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ സാറിന്റെ അച്ഛൻ അവിടെ ഇങ്ങനെ, അപ്പൊ ഞാനിവിടെ ഇങ്ങനെ. താൻ അവിടെ എവിടെ ഇരിക്കുന്നു പറയണ്ട കാര്യം എന്താ അത് പറയേ. അതെ, ഞാൻ പറഞ്ഞു വരികയായിരുന്നു. സാറിന്റെ അച്ഛൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്ന് ഞാൻ കുടകുടോന്നൊരു ശബ്ദം കേട്ട് നോക്കിയപ്പോഴത്തേക്കും ഇതല്ലേ ഫാൻ ഇങ്ങനെ ഇളകി താഴേക്ക് വരികയാണ്. ഞാനും കണ്ടു, സാറിന്റെ അച്ഛനും കണ്ടു ഫാൻ താഴോട്ട് വരുന്നത്. ഞാൻ ജീവനും കൊണ്ട് ഇവിടുന്ന് എഴുന്നേറ്റ് മാറി. പക്ഷെ സാറിന്റെ അച്ഛൻ അനങ്ങിയില്ല. അപ്പൊ സാറിന്റെ അച്ഛൻ എന്താ ചെയ്തെന്നറിയോ? ആ ഫാൻ താഴേക്ക് വരുമ്പോ തന്നെ ഈ മുറുക്കാൻ ചെല്ലം അദ്ദേഹം എടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ എൻ്റെ കൺമുമ്പിൽ വെച്ച് ഫാൻ അദ്ദേഹത്തിന് നിർഗം തലേ പ്ലേന്ന് പറഞ്ഞ് വീണു. ആ സമയം തന്നെ അദ്ദേഹം മറ്റേ പതങ്കനായി. അത് തന്നെ, അതായി. അവസാനം മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കൈക്ക് പിടിച്ച് അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? എന്താ? കൈ ഇങ്ങനെ, ജീവൻ പോയാലും ഈ മുറുക്കാൻ കൈവിടില്ല. കറക്റ്റ് സാർ, അതങ്ങനെയാണ്. അച്ഛനോടുള്ള ആദരസൂചകമായിട്ടല്ലേ ആ മുറുക്കാൻ തുപ്പിക്കളഞ്ഞത്. മുറുക്കാന്ന് പറഞ്ഞാൽ അച്ഛന് ജീവന്റെ ജീവനായിരുന്നു. തലമുറകളായിട്ട് കൈവരുന്ന ഒരു ശീലമാണത്.
അച്ഛൻ്റെ കാലശേഷം മുറുക്കാൻ ഞാൻ ഏറ്റെടുത്തു. ഇനി എൻ്റെ കാലശേഷം മുറുക്കാൻ എടുക്കാൻ ആരുണ്ടാവും എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുക ഞാൻ. സുഹൃതക്ഷയം എന്നല്ലാതെ എന്താ പറയുക? സാർ ഇങ്ങനെ വിഷമിക്കരുത് സാർ. ഫാനും വീണ് അച്ഛൻ്റെ തലയും പൊളിഞ്ഞു. അതൊക്കെ ഇരിക്കട്ടെ. എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എപ്പോൾ കിട്ടും സാർ? താനേ ആ വത്സലാമയെ പോയി കാണൂ. വത്സലാമ്മ ആരാ സാറിൻ്റെ അമ്മയാ? താൻ എന്തൊരു മനുഷ്യനാണോ? ഞാൻ എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളൊന്നും അയവിറക്കട്ടെ. ഞാൻ വത്സലാമ്മയെ കണ്ടോളാം. ആ അല്ല സാർ, ഈ വത്സലാമ്മ എങ്ങനെ സാറിനെ പോലെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയവിറക്കാറുണ്ടോ? താനൊന്ന് പോടോ. ഫാൻ മോളിൽ തന്നെ ഉണ്ട്. അച്ഛാ എന്താ മേഡം അത്? ആ ഞാൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ? കൈയൊന്ന് വെട്ടണേ. അയ്യോ കൊട്ടേഷനിൽ ചേർന്നോ? ആ കൈയല്ല, ചുരിദാറിന്റെ കൈ. അല്ല അപ്പം മേഡം അല്ലേ പറഞ്ഞത് സ്ലീവ്ലെസ്സാ തയ്ക്കണേന്ന്? ഏയ് കൈ വെട്ടിയാലല്ലോ അത് സ്ലീവ്ലെസ് ആവുള്ളൂ എന്റെ പൊട്ട. ഇങ്ങനെ വെട്ടിയ പൊട്ട തന്നെ ആവുള്ളൂ. അല്ല അപ്പൊ ഈ കഴുത്ത് വെട്ടിയ കഴുത്ത് ആവോ? കഴുത്ത് ഞാൻ വെട്ടണോ അപ്പൊ? വേണ്ട. മര്യാദക്ക് ഇത് ചെയ്യാൻ നോക്കടോ. നിങ്ങളാരാ വത്സലാമ്മ? ഞാൻ താനോ? അല്ല സാറേ, നുണ പറഞ്ഞതാ. എന്താ കാര്യം പറഞ്ഞോളൂ. ഓഹോ, അപ്പൊ ആരാണല്ലേ വത്സലാമ്മ? ഞാൻ 10 വർഷം മുമ്പ് MA ഹിസ്റ്ററി പാസ്സായതാ. അങ്ങനെ വേണം. എന്റെ കയ്യിൽ മാർക്ക് ലിസ്റ്റ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, മാർക്ക് ലിസ്റ്റ് നമുക്ക് നടുവേ മുറിക്കാം. മാർക്ക് ലിസ്റ്റ് നടുവേ മുറിക്കാനോ? സോറി, ഇവിടെ പറഞ്ഞതാട്ടോ. ഈ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് നടുവേ മുറിക്കാം എന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞോളൂ, എന്താ കാര്യം? അതെ, ഈ മാർക്ക് ലിസ്റ്റ് മാത്രമേ എന്റെ ഉള്ളൂ. എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പൊ ഒരു അത്യാവശ്യം ഉണ്ടായതാ. എങ്ങനെങ്കിലും ഒരു മാർഗം ഉണ്ടോ ഇത് കിട്ടാനായിട്ട്? അതിപ്പോ ഒരു കാര്യം ചെയ്യാം, ഈ സൈഡ് അങ്ങോട്ട് മടക്കി അടിച്ചിട്ട് അവിടെ എംബ്രോയിഡറി ചെയ്യാം. സർട്ടിഫിക്കറ്റിൽ എംബ്രോയിഡറി? തനിക്ക് കഴുത്ത് വെട്ടറിയോ? അയ്യോ, എന്തിന്? ഫോൺ 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 മനുഷ്യനെ പേടിപ്പിക്കാതെ തനിക്ക് ആ ഫോണൊന്നും എടുത്തൂടെ? ഞാൻ ഫോൺ എടുക്കാനോ? ഫോൺ എടുത്ത എന്താ പറയാ? ഹലോ അതങ്ങോട്ട് പറഞ്ഞോ. ഇവിടെ വേറെ പണിയുണ്ട്. ഹലോ, വത്സലാമ്മ തിരക്കിലാണല്ലോ. ആരേത്? നൈസ് നെയിം. എവിടെ താമസിക്കുന്നു? അതെയോ, അവിടെ അടുത്തെൻ്റെ ഒരു അങ്കിൾ താമസിക്കുന്നുണ്ട്. അതെ അതെ, ഞാൻ ഒരു ഹിസ്റ്ററി അധ്യാപകനാണ്. നോട്ട് ഗെറ്റ് മാരീഡ്. കല്യാണം കഴിഞ്ഞാണോ? ശരി ശരി ശരി. നൈസ് വോയിസ് കേട്ടോ, ഞാൻ കൊടുക്കാം. മാഡം മാഡം ഒരു ഫോൺ. ലളിത എന്റെ ചെവി പിടിച്ചാടോ. ആ തന്നോട് എന്താ പറഞ്ഞേ? ഫോൺ ചെവിയിൽ പിടിച്ചു തരാനല്ലേ? സോറി മാഡം. ഓ ഹാടാ, പറയടാ. ഡാ അല്ല, ഡി. ലളിത ലളിത. ഓ എന്റെ കാര്യമൊന്നും പറയണ്ടടാ, ഭയങ്കര തിരക്കാ. ആ അതെ അതെ അതെ. ഹസ്സോ? ആളിപ്പോ ഹോം സയൻസിന് പഠിക്കല്ലേ? ആ അതെ അതെ അതെ. അല്ല, ഏതൊക്കെ റിയാലിറ്റി ഷോ വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പുള്ളിക്കാരന് അത്ര ഇഷ്ടമൊന്നുമല്ല, പിന്നെ എൻ്റെ നിർബന്ധ. ശരി. അയ്യോ, അമ്മായിമ്മയോ? അമ്മായിമ്മ ഇപ്പൊ എപ്പോഴും ചീത്തയാ കഴുത്ത് വെട്ടിയതിൻ്റെ പേരിൽ. ആ അയ്യോ, ആ കഴുത്തല്ല കേട്ടോ, ബ്ലൗസിന്റെ കഴുത്ത് വെട്ടിയതിൻ്റെ പേരിലേ. ഓ ഒന്നും പറയണ്ടടി. ജോലി തിരക്കാന്നേ, എപ്പോഴും ചുരിദാർ ഇങ്ങനെ കുറെ തയ്ക്കാണ്ടാവും. ആ അതെ, അന്ന് ഞാൻ നിന്റെ നൈറ്റി അടിച്ചില്ലേ, അതിന്റെ അളവൊക്കെ കറക്റ്റ് ആയിരുന്നോ? ഹലോ ഹലോ ഹലോ, നിനക്ക് കേൾക്കണില്ലേ ഞാൻ പറയുന്നത്? നിന്റെ നൈറ്റി തയ്ച്ചത് കറക്റ്റ് അളവിലല്ലേന്ന്? കുറച്ച് ലൂസായിരുന്നു. ഡോ, താൻ ഇത്രയും നേരം ആ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്ന് കേട്ടോണ്ടിരിക്കായിരുന്നു. അത് ഇങ്ങോട്ട് തന്നിട്ട് തുണി പിടിക്കടോ. ഈ തുണി പിടിക്കണോ? വിട്ടത് താൻ എങ്ങനെയാ MA പാസ്സായത്? അതെ, ഇവിടെ ആകെ തിരക്കാ. അതൊക്കെ ഞാൻ ടൈറ്റ് ചെയ്ത് തരാം. ശരി, ഞാൻ പിന്നെ വിളിക്കാട്ടോ. താനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് ഫോൺ എടുക്കാൻ മാഡം പറഞ്ഞിട്ട്. ഓ അതല്ല, താൻ ഈ ഓഫീസിലേക്ക് വന്നത് എന്തിനാന്ന്? അതായത് മാഡം 10 വർഷങ്ങൾക്ക് മുമ്പ്. എടോ, 10 വർഷം മുമ്പ് താൻ ഇവിടെ വന്ന കാര്യമല്ല, ഇപ്പൊ എന്തിനാ താൻ ഇവിടെ വന്നേ? അതെ, 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ MA ഹിസ്റ്ററി പരീക്ഷ പാസ്സായിരുന്നു 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്സിൽ നിന്നിട്ട് MA പാസ്സാവും? ഏടോ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പോലും എനിക്ക് പേരെഴുതാൻ അറിഞ്ഞിരുന്നില്ല. അതിപ്പോഴും അറിയില്ലല്ലോ. അല്ല, അത് ഇയാൾക്ക് അറിയില്ലോ. എന്റെ വിഷമം ഒന്ന് കേക്ക്. എന്താ തന്റെ വിഷമം? എന്റെ പേര് സ്വയംവരൻ. അതാണോ തന്റെ വിഷമം? അതല്ല, ഞാൻ MA പാസ്സായി.
MA പാസ്സായതിന് തനിക്ക് വിഷമോ? ഇവിടെ ഇയാൾ 10ാം ക്ലാസ് തോറ്റിട്ടിരിക്കുക, എന്നിട്ട് ഇയാൾക്ക് ഒരു വിഷമമില്ല. ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ് സാർ. വത്സല മാഡം, എന്നെ കുറച്ചു നേരത്തേക്ക് ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. എന്താണാവോ? ഇന്നലെ അമ്മായിമ്മ വന്നിനി, അപ്പൊ കുറച്ച് ഹലുവ കൊണ്ടുവന്നുണ്ട്. ഭാര്യ അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൂടി തന്നു വിട്ടിക്കണേ. എനിക്കത് സ്വസ്ഥായിട്ട് തന്നണം വിത്ത് ഫുൾ കോൺസെൻട്രേഷൻ. ഓക്കെ, ക്യാരി ഓൺ സർ. കാരിയറിലല്ല, ടിഫിൻ ബോക്സിലാ. മൊയ്തു, മൊയ്തു, നിനക്കെന്നെ ഓർമ്മയില്ലേ? ആരാ? എടാ ഞാനാടാ. ജി 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 ആരാണ്ടോ? എടാ എന്നെ ഓർമ്മയില്ലേ? നമ്മൾ ഒരേ സ്കൂളില് ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചതല്ലേ? നീ എത്രയോ തവണ എന്റെ ചോറ്റുപാത്രത്തിലെ ചോറെടുത്ത് കഴിച്ചിരിക്കുന്നു. ഞാനങ്ങനെ പലരെ ചോറ് കഴിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏതാ ജി? എടാ, എന്റെ അമ്മ ഉണ്ടാക്കി തന്ന ഉണ്ണിയപ്പം ഞാൻ ഒരു ദിവസം ചോറ്റുപാത്രത്തിൽ കൊണ്ടുവന്നപ്പോ അത് നീ മോഷ്ടിച്ച് തിന്നില്ലേ? എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്നറിയോ? എന്തേലും ചെയ്ത്? ഞാനുള്ള ഇവനെ കുറിച്ച് ഓർമ്മയില്ലടാ ഞാൻ സ്വയംവരൻ. എന്നിട്ട് ഞാൻ എനിക്കൊരു പേര് ഇട്ടിരുന്നു, കട്ടുവീരി. അത് ജിയാണ്. പിന്നെ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. കട്ടുവീരി പോയത്. പിന്നെ മീശയൊക്കെ ആയിട്ട് പിന്നെ ആളായി പോയല്ലോ. എന്നാ ബായി, എന്റെ റൂമിലേക്ക് പോവാ. പോരാ, എന്റെ ബാഗ് ബാഗ് എടുക്ക്. ഇവരെ മൂക്കളേക്ക് ഒരുമിച്ച്. വാ, വാ, വാ. അല്ല, ഇത് നമ്മുടെ സാറിന്റെ കൂട്ടുകാരനാ? അപ്പൊ ഈ സാറിന്റെ കൂട്ടുകാരനെ കൊണ്ടാ ഈ പണിയൊക്കെ ചെയ്യിച്ചേ? അയ്യോ, അതിനിപ്പോ ഞാൻ അറിഞ്ഞു അയാൾ ഇവിടെ വരുന്ന. അപ്പൊ പേടിക്കണ്ട, സാറിനും മനസ്സിലായിട്ടില്ല അത് സാറിന്റെ കൂട്ടുകാരനാണ്. എന്നാ പിന്നെ കുഴപ്പമില്ല. പിടിക്ക് പിടിക്ക്. ഏതാ, കഴുത്തോ കയ്യോ? കയ്യ്. എന്റെ കയ്യല്ല, അതിന്റെ മുകളിൽ വെട്ട്. അതല്ലേ വെട്ടണേ. അതായത് ഈ ഒരുപാട് തല്ല് കിട്ടുകയും കള്ളപ്പറിയൊക്കെ ചെയ്തോണ്ടേ ആരാ എന്താ ഏതാണെന്നും അവന്റെ പിടി കിട്ടുന്നില്ല. ഇജ്ജെന്താ ഇവിടെ? അതൊക്കെ പറയാം. അതിനു മുമ്പ് നിന്റെ ഭാര്യ തന്നുവിട്ട അലുവ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. എന്റെ കുറെ ഉണ്ണിയപ്പം നീ കട്ട് തിന്നിട്ടുള്ളതല്ലേ, ഇത് ഞാൻ കക്കാതെ തിന്നു നോക്കട്ടെ. അപ്പോ പ്രതികാരം വീട്ടാൻ വന്നതേക്കും. ഏതല്ല, MA സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നാ. ഹിസ്റ്ററി. ആ നല്ല അലുവ, കോഴിക്കോട് അലുവ. ആ മനസ്സിലാവുന്നുണ്ട്. ഇനി 3 വർഷം ശീതള, ശീതള. സാർ, ആ ഇത് സ്വയംവരൻ, എന്റെ ഒരു പയ്യ ചങ്ങായിയാ. ഓ, ഇവന് എത്ര ഡിഗ്രി വേണമെങ്കിലും കൊടുത്തേക്ക്. എത്ര ഡിഗ്രി ഒന്നും വേണ്ട, ഒരേ ഒരു ഡിഗ്രി, MA ഹിസ്റ്ററി. അത് എത്ര വേണമെങ്കിൽ ശീതളം തന്നോളൂ. ശീതളിന്റെ കൂടെ പോയാൽ മതി കേട്ടോ. താങ്ക് യുടാ. എന്തിനാ ഒരു ചെങ്ങായിനോട് ഇത്ര വലിയ താങ്ക്സ്? അതല്ല, നീ എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന്റെ പേരിൽ ഒരു അലുവയും കൂടെ ഞാൻ എടുക്കും. നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് എന്റെ കണ്ണിലും വായലും വെള്ളം വരുന്നു. അപ്പൊ സർട്ടിഫിക്കറ്റ് വേണ്ടേ? ചെല്ല്, ഭാര്യയുടെ വൃദ്ധാന്വേഷണം വേണം കേട്ടോ. തീർന്നല്ലോ. ഇനി എന്നെ ഒരു പണി കൊടുക്കാമല്ലോ. താനൊരു കാര്യം ചെയ്യാം, നാളെ വരിക. ആ ഇതെന്ത് പണിയാണ് സാറേ? നാളെ വാന്നും പറഞ്ഞ് എത്ര നാളായി നടത്തണ്? ഈ നാളെ ഇന്നെങ്ങാനും ഒന്ന് തീരുമോ? നാളെ തീരും. ഇന്നൊന്ന് ശരിയാക്കി തരാൻ പാടില്ല സാറേ? അപ്പൊ നാളെ എങ്ങനെയാ ചെയ്യാ? നാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ആ കേട്ടിട്ടില്ലേ, നാളെ കുറിച്ച് വിഷമിക്കേ വേണ്ട, അങ്ങനെ ഒരു ചൊല്ലനെ ഉണ്ട്, അറിയോ എനിക്ക്? ഓ ആ സാറ് മനസ്സ് വെച്ചാ ഒന്ന് നടക്കും. എടോ, താൻ വിഷമിക്കണ്ട. പ്രീ ഡിഗ്രി തോറ്റ ആളാ ഞാൻ. ആണോ? ഇഷ്ടണ്ടോ? എനിക്ക് എന്നോട് കൃത്യമായിട്ട് വീട്ടിലേക്ക് സർട്ടിഫിക്കറ്റ് വന്നു, BA പൊളിറ്റിക്സ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞ്. അത്രേ ഉള്ളൂ കാര്യം. ആണോ? ആ ലോലിത, ഈ വങ്കൻ എവിടെ പോയി കിടക്കുക? ഓ ആ പേര് വിളിച്ചപ്പോൾ വിളി കേട്ടു. ഇവിടെ നിന്ന് വരിക. എന്താ സാർ? എക്കണോമിക്സിൽ MA ചെയ്യണം. ഇനിയിപ്പോ എക്കണോമിക്സിൽ MA ഒന്നും വേണ്ട സാർ. ആ ഒരു വങ്കനാടോ ഈ വിദ്വാനാ. ഓയ് 27,000. എന്ത്? 25,000 റുപ്പീസ് ഉണ്ടാവുമോ? ഉണ്ടാവും. ആ ഒന്ന് എടുത്തിട്ട് വന്നോളൂ. അപ്പം ശരി, തരാം. പിന്നെന്താ നിൽക്കണ? കാര്യം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഓ പിന്നെന്താ, പൊക്കൂടെ? മുറുകണോ? ഇല്ല വേണ്ട, പോ. എന്നാ പോകളൂ. താനെന്തിനാ ഇരിക്കണ? വെറുതെ ആരേലും കണ്ട അപ്പം അങ്ങോട്ട് ചിരിച്ചോളുക. ആ തുടങ്ങി. താനൊന്ന് പോവോ? ഇതൊന്നും നടക്കില്ലപ്പാ. ഇവിടെ കാണുമോ സാറേ? ആ എലി കൊണ്ടതിൽ കാണും. എനിക്കെന്തിനാ എന്റെ സർട്ടിഫിക്കറ്റ്? എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യാൻ. തപ്പടോ. തന്റെ റോൾ നമ്പർ എത്രയാ? എന്റെ റോൾ നമ്പർ 984726150111. ഇത് തന്റെ റോൾ നമ്പറോ അതോ മൊബൈൽ നമ്പറോ? അത് റോൾ നമ്പറാ. തപ്പ്.
ആ 5 മണിയായി, ഇനി നാളെ വാ. അതെ 4 കാലമായതല്ലേ ഉള്ളൂ. ഇത് തന്റെ പ്രൈവറ്റ് വാച്ചല്ലേ? അതെ ഇതിന്റെ പ്രൈവറ്റ് വാച്ചാ. ഞങ്ങൾ പ്രൈവറ്റ് വാച്ച് നോക്കിയിട്ടല്ല പണിയെടുക്കണേ, ഗവൺമെന്റ് വാച്ച് നോക്കിയിട്ടാ. അങ്ങോട്ട് നോക്ക്, നാളെ വാ. അതെ സാറ് വേണേ പോയിക്കോ, ഞാൻ തപ്പി എടുത്തിട്ടേ വരുള്ളൂ. ഇതും കൂടി ഒന്ന് നോക്ക്. ഇതെന്താ ഇത്? താൻ എന്തായാലും തപ്പല്ലേ, ഈ നമ്പർ കൊണ്ട് നോക്കിയോ. BSc ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റാ. ആ ഇത് എന്റെ പണിയല്ല. എന്നാ ഇവിടെ തപ്പണ്ട, സ്റ്റോർ റൂം അടക്കാറായി. വാ പോ, നാളെ വരാം. നടക്ക, ഇത് പൂട്ടണാണ്. അയ്യോ വെറുതെ പൊടിയിൽ കയറി. കൊള്ളാലോ, വെട്ടാനൊക്കെ പഠിച്ചു, മിടുക്കൻ. ഞാനൊരു ടീച്ചർ ആയില്ലായിരുന്നെങ്കിലേ ഒരു ടൈലർ ആകുമായിരുന്നു. അതാണ്, ജോലിയും എക്സ്ട്രാ വരുമാനം നമ്മൾ ഉണ്ടാക്കാൻ എന്തായാലും പഠിക്കണം. എന്നെ കണ്ടില്ലേ, ജോലിയും ഈ തയ്യക്കടയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോണത്. ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ മാഡത്തിന്. താങ്ക് യു. ആള് മുറിച്ചതാ, സോറി. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇത് വളരെ സിമ്പിളാണ്. ഈ സാധനം ഇത്രയല്ലേ പോയുള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ നമ്മളേ ഇത് ഞാൻ എന്റെ എമ്മയുടെ സർട്ടിഫിക്കറ്റ് മാഡം ഈ കത്രയും മാഡം റോൾ നമ്പർ 9846011300. ആ സ്വയംവരൻ ഞാനാണ്. MF ഫസ്റ്റ് ക്ലാസ്. അതെ 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 ഞാനാണ്. കിട്ടിയ കിട്ടി, എല്ലാം പിടികിട്ടി. റെക്കോർഡിക്കലായിട്ട് താൻ BA ഫെയിൽഡാ. തനിക്ക് അങ്ങനെ വേണം. BA ഫെയിൽഡോ? അതിന് BA ജയിച്ചതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. എത്ര രൂപയ്ക്കാ അത് ഉണ്ടാക്കിയത്? എത്ര രൂപയ്ക്കാന്നോ? ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച പരീക്ഷ BA ജയിച്ചത് അറിയോ? ഞങ്ങളുടെ റെക്കോർഡ് തെറ്റാറില്ല. മാത്രമല്ല താൻ കോൺഫിഡൻസോട് കൂടെ അല്ല പറഞ്ഞത്, അല്ലേ വത്സരാമേടം? പിന്നല്ലാതെ ഇയാളെ മുഖവും ഈ കയ്യിലിരിപ്പൊക്കെ കണ്ടറിഞ്ഞൂടെ ഇയാള് BA ഫെയിൽഡാന്ന്. പറ, ഇനി എന്താ ചെയ്യേണ്ടത്? ഞാനെന്ത് പറയാനാ, നിങ്ങൾ തന്നെ പറ. എടോ, ജയവും തോൽവിയും ജീവിതത്തിന്റെ 2 വശങ്ങളാ. സർവകലാശാലകളിൽ പലരും ജയിക്കും, പലരും തോൽക്കും. ജയം തോൽവിയുടെ മുന്നോടിയാ, തോൽവി ജയത്തിന്റെ. അവര് പറയണേ റിക്കാർഡിക്കല് ഞാൻ BA ജയിച്ചിട്ടില്ലാന്ന്. അന്ന കണ്ടാൽ അത് തോന്നുന്നു. എനിക്കും സംശയമുണ്ട്, ഈ ശരിക്കും BA ജയിച്ചിക്കണം. അയ്യോ സത്യമായിട്ട് അമ്മയാണ് സത്യം, BA ജയിച്ചായിരുന്നു സത്യം. പക്ഷെ ഞങ്ങളുടെ റെക്കോർഡ് പ്രകാരം ഈ തോറ്റിരിക്കുകയാണല്ലോ. ഇതെന്തൊരു കഷ്ടം ഇത്. എന്നോട് സത്യം പറയും, ഈ ശരിക്കും BA ജയിച്ചിക്കണം. എനിക്കും വലിയ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ പത്രം നോക്കിയപ്പോ എന്റെ റോൾ നമ്പർ ഞാൻ കണ്ടതാ. അച്ചടി പശകായിരിക്കും, യഥാർത്ഥത്തിൽ ഈ തോറ്റതാണ്. ഞാനിതിപ്പോ MAയുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നിട്ട് ഇപ്പൊ BAയുടെ സർട്ടിഫിക്കറ്റും പോയ പോലാണല്ലോ. അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റിലേക്ക് എന്തിരിക്കുന്നത്? അപ്പൊ എനിക്കറിയോ, ഞാൻ MA ജസ്റ്റ് പാസ്സാ, പക്ഷെ എനിക്ക് ഫിസിക്സിൽ PhD ആണ്. ഇതില് ഫിസിക്സിലടോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഇജിപ്പോ ഏതായാലും എൻ്റെ ഒരു പഴയ ചങ്ങായി ആയി പോയല്ലോ, എന്തെങ്കിലും ചെയ്യണ്ടേ? ബൈണ്ട്. ആ ലോലിത, ലോലിത, ആ ഇങ്ങോട്ട് വാ. ഇത് സ്വയംവരൻ. മൂപ്പർക്ക് BAന്റെ MAന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ നാടിന്റെ വിദ്യാഭ്യാസ സ്ഥിതി ഇപ്പോൾ നോക്കണ്ടേ? അത് ശരിയായിക്കോട്ടെ. 50,000 രൂപയാവും. എന്താ മൊയ്തു ഇത്? ഞാൻ എത്രയോ നാളായിട്ട് അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ്, ഇതുവരെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഈ വ്യാജ അധ്യാപകനാ? അല്ലാന്ന്. ഏതായാലും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയാണല്ലോ, വേണമെങ്കിൽ ഒരു MSc സർട്ടിഫിക്കറ്റ് വേണം, ഞാൻ ശരിയാക്കി തരാം. MScയുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് എന്തിനാ? ട്യൂഷൻ എടുക്കാലോ. എന്നിട്ട് ട്യൂഷൻ എടുത്ത ആ വഴിക്ക് പൈസ ഉണ്ടായിക്കൂടെ, ശമ്പളത്തിന് പുറമെ പൈസ ആയില്ലേ? അല്ല ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറിജിനൽ ആയിരിക്കും? ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്, കള്ളത്തരം ഇവിടെ ഇല്ലല്ലോ. ആ ലോലിത, ഒക്കെ കറക്റ്റ് ആയിരിക്കണം, രജിസ്റ്റർ നമ്പർ, പേര്, ഇല്ലെങ്കിൽ പണി കിട്ടിയേ. ആ എന്നാ പോയിക്കോ. അപ്പൊ ഈ കാശ് തന്ന ഈ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലേ? പിന്നെ ഇപ്പൊ എന്റെ മോൻ സുക്കൂർ 9ാം ക്ലാസ്സിലെ പഠിക്കണേ. ഓന് കഴിഞ്ഞ ആഴ്ച ഒരു പൂതി, ഓന് BScന്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന്. ഓന്റെ പൂതിയല്ലേ നമ്മളൊന്നും ഉണ്ടാക്കി കൊണ്ടുകൊടുത്ത്. 9ാം ക്ലാസ്സുകാരൻ്റെ പയ്യന് BScന്റെ സർട്ടിഫിക്കറ്റ്. അപ്പൊ കാശ് കിട്ടിയ എന്ത് നടക്കും? പിന്നെ എന്നെ ആദ്യം ഇവിടെ വന്നപ്പം ഇത് ഓർത്തായിരുന്നോ? ഈ പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടിയില്ലല്ലോ, ആദ്യം കണ്ടപ്പോ ഓർമ്മ കിട്ടിയില്ല. പിന്നെ എങ്ങനെ ഓർമ്മ വന്നേ? ഓർമ്മ വന്നത് അന്ന് ഉണ്ണിയപ്പം കട്ടുന്നതിന് കുനിച്ച് നിർത്തിയിട്ട് അടിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പൊ അടി കിട്ടിയ എല്ലാ കാര്യങ്ങളും ഓർക്കും അല്ലേ? അങ്ങനെ ആയിപ്പോയി. എങ്ങോട്ടാ പോണേ? ടോയ്ലറ്റ് ആണെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് വലത്തോട്ട്.
തെറ്റ് കിട്ടിയാലേ നീ എല്ലാം ഓർമ്മിക്കലടാ. നീ കാശിന് BA സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കണ കള്ളത്തരം കള്ള കട്ടുതീനി നീനും മേലെ അല്ലല്ല സർട്ടിഫിക്കറ്റ് തരാ. എത്ര സർട്ടിഫിക്കറ്റ് എത്ര കല്യാണം വേണമെങ്കിൽ കഴിച്ചോ. പിടുത്തുപിടി ആരും കണ്ടാ മോശം. എത്ര സർട്ടിഫിക്കറ്റ് വേണ്ട, ഒരേ ഒരു സർട്ടിഫിക്കറ്റ് മതി, എന്റെ MA ഹിസ്റ്ററിയുടെ. ഓ കേട്ടാ, തന്ന് പിടുത്തുപിടി. വത്സല മാഡം കണ്ടില്ലല്ലോ. ആ ആര്യോടെ അന്വേഷണം പറയട്ടാ. ഓ സാറെന്താ ഈ സ്റ്റീൽ പാത്രത്തിന്റെ കച്ചവടത്തിന് വന്നിരിക്കുക? അതെ, ഇതുകൊണ്ട് ഒരു ചുരിദാർ തയ്ച്ച എങ്ങനെ ഉണ്ടാവും? ആ നന്നാവും. തൃശ്ശൂർ പുലിക്കളിക്ക് പോവാം. നേടിയെടുത്തു. വേണമെങ്കിൽ യൂണിവേഴ്സിറ്റി വരെ ഞാൻ നേടിയെടുക്കും. എന്താ കാര്യം? കൊടുക്കണ്ട കൊടുത്തപ്പോഴേ എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. തനിക്കെന്താ കിട്ടിയത്? എന്ത് മറിമായം ഈ ആളാ എന്റെ മറിമായം. മായം